ഹാപ്പി മോർണിംഗ് ടു ഓൾ മൈ ഡിയേഴ്സ്. ഇന്നത്തെ പ്രഭാതത്തിന് ഒരു പ്രത്യേകതയുണ്ട്, അറിയാലോ. 2024 ലാസ്റ്റ് മോർണിംഗ് ആണെന്ന്. എല്ലാവർക്കും വളരെ സ്മൈലി ആയിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള ഒരു മോർണിംഗ് ഞാൻ വിഷ് ചെയ്യുന്നു. ഇനി നമുക്ക് ഇന്ന് കിട്ടുന്ന ഈ പ്രഭാതം ഇന്നുകൂടിയേ ഉള്ളൂ. നാളെ വരുന്ന നമ്മുടെ പ്രഭാതം പുത്തൻ പൊൻപുലരിയാണ്. 2025 നമ്മൾ വളരെ ഹാർട്ടി ആയിട്ട് വിഷ് ചെയ്യാൻ വേണ്ടിയിരിക്കുകയാണ് അല്ലേ. അപ്പോൾ നമുക്ക് ചെയ്യാൻ വേണ്ടി എല്ലാ വർഷവും നമ്മൾ കുറേ പുത്തൻ റെസൊല്യൂഷൻസ് എടുക്കാറുണ്ട്. അതുപോലെ തന്നെ 2025 നമ്മൾ വെയിറ്റ് ചെയ്യാൻ എടുക്കാൻ വേണ്ടിയിരിക്കാൻ അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു റെസൊല്യൂഷൻ നമ്മൾ എടുക്കണോ വേണ്ടയോ എന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ചെയ്യാനുള്ളത്, ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ 2024 നമുക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിൽ നിങ്ങൾ സെൽഫ് റിഫ്ലക്റ്റ് കാണുക. നിങ്ങൾ 2024 ചെയ്ത ഏറ്റവും മികച്ച കാര്യങ്ങൾ, നിങ്ങൾ നേടിയ അച്ചീവ്മെൻറ്റ്സ്, അതിലേക്ക് വേണ്ടി ഇന്നത്തെ ദിവസം നമുക്ക് മാറ്റിവെക്കാം. ഇന്ന് നൈറ്റിന് മുമ്പ് നമ്മൾ ഓർക്കുക, നമ്മൾ ചെയ്യുക, നമ്മൾ 2024 നമുക്ക് എങ്ങനെ ഉണ്ടായിരുന്നു, നമ്മളിൽ നമ്മൾ വരുത്തിയ മാറ്റങ്ങൾ, നമ്മൾ നേടിയ നല്ല നല്ല കാര്യങ്ങൾ നമുക്കൊക്കെ ഓർക്കാം. അപ്പോൾ ജനുവരി ടു ഡിസംബർ എന്തൊക്കെയാണ് ജീവിതത്തിൽ സംഭവിച്ചത്, നമ്മൾ നേടിയെടുത്ത നല്ല കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യാം. ഒരു പേപ്പറും പേനയും എടുത്ത് നമുക്ക് കുറേ പിന്നിലേക്ക് പോകാം. ജനുവരി മുതൽ ഇങ്ങനെ തുടങ്ങാം. എൻ്റെ ലൈഫിൽ ഞാൻ നേടിയെടുത്ത നല്ല കാര്യങ്ങൾ, എനിക്ക് വേണ്ടി ഞാൻ ചെയ്ത നല്ല കാര്യം, അത് മാത്രമേ അതിൽ ഉൾപ്പെടുത്താവൂ കേട്ടോ. വേറെ ഒന്നും നമുക്ക് വേണ്ട. നമുക്ക് വേണ്ടത് സെൽഫ് റിഫ്ലക്റ്റ് ആൻഡ് അച്ചീവ്മെൻറ്റ്സ്. അതോടൊപ്പം നമുക്ക് വേറെ ആരെയും മാറ്റാൻ സാധിക്കില്ല. നമ്മൾ ആദ്യം ഓർക്കേണ്ട കാര്യം അതാണ്. നമ്മൾ സ്വയം നന്നാവുക. വേറെ ആരെയും നന്നാക്കാൻ നമ്മൾ ശ്രമിക്കേണ്ട. നമ്മൾ നന്നായാൽ നമുക്ക് ചുറ്റുമുള്ളവരെല്ലാവരും പതിയെ നന്നായി നമ്മുടെ കൂടെ വന്നോളും. അപ്പോൾ നമുക്ക് ലൈഫിൽ കുറേ റോൾസ് തന്നാണ് ഈ പ്രപഞ്ചശക്തി നമ്മളെ ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത്. അത് ചിലപ്പോൾ നമ്മുടെ മകനാകാം, മകളാകാം, അല്ലെങ്കിൽ ഒരു സഹോദരനാകാം, സഹോദരിയാകാം, ഹസ്ബൻഡാകാം, അച്ഛനാകാം, അമ്മയാകാം, ഇൻലോസ് ആകാം. എന്തൊക്കെ റോൾസാണ് നമുക്ക് ലൈഫിലുള്ളതല്ലേ. ആ റോൾസിലെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കേണ്ട ഒത്തിരി കാര്യങ്ങൾ നമുക്കുണ്ട്. അതിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുമുണ്ടാവാം, ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പം നമുക്ക് അതിലിനി പുത്തൻ മാറ്റം എന്ത് കൊണ്ടുവരാൻ ചെയ്യാം. ഓരോ റോളിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നിങ്ങൾ കൊണ്ടുവരിക. ഇപ്പോൾ ഒരു മകളെന്ന രീതിയിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ അതിൽ നിന്നും ഏറ്റവും വ്യത്യസ്തമായി പുതിയ ഒരു കാര്യം എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്ന് വേണം നമ്മൾ ആലോചിക്കാൻ. അങ്ങനെ ഓരോ റോളിനും പുതിയ ഒരു കാര്യം നിങ്ങൾ ചെയ്യുക. അതോടൊപ്പം തന്നെ 2025 നമുക്ക് പുത്തൻ പ്രതീക്ഷകളാണ്. നമ്മൾ ഒരുപാട് സ്വപ്നങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ടത്, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടാവാം. ആ ആഗ്രഹങ്ങളൊക്കെ നമ്മളിലേക്ക് കൊണ്ടുവരികയും വേണം. അതിനുവേണ്ടി നമ്മുടെ വാല്യൂസിനെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. നമുക്ക് 2025 ചെയ്യാൻ പറ്റുന്ന 5 വാല്യൂസ്, ഞാൻ എന്നിൽ വരുത്തുന്ന മാറ്റങ്ങൾ, ഞാൻ കുറച്ചുകൂടെ ഓതൻറ്റിക് ആവണോ, അല്ലെങ്കിൽ ഞാൻ ഡിസിപ്ലിൻ ആവണോ, എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമെന്നുള്ള 5 വാല്യൂസ്. വളരെ കൂടുതലൊന്നും വേണ്ട കേട്ടോ, കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ഇതുവരെ നമ്മുടെ ലൈഫിൽ ഇല്ലാതിരുന്ന പുതിയൊരു വാക്ക്, പുതിയൊരു കാര്യം നിങ്ങൾ അപ്ലൈ ചെയ്യണം. എന്താണെന്നറിയാമോ? അബൻഡൻസ്, സമൃദ്ധി. ഞാൻ എപ്പോഴും സമ്പദ് സമൃദ്ധിയിലാണ്. എനിക്കൊരുപാട് സമൃദ്ധിയുണ്ട്. ഞാൻ പ്രപഞ്ചത്തിലുള്ള 1000 സമൃദ്ധി സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണെന്നുള്ള നിങ്ങളുടെ മൈൻഡിനെ നിങ്ങളങ്ങ് വലുതാക്കണം, വിശാലമാക്കണം, ഹൃദയത്തെ വലുതാക്കണം. നമ്മുടെ മാനസികാവസ്ഥയും ഹൃദയാവസ്ഥയും ഉണ്ട് കേട്ടോ. അത് രണ്ടും നമ്മൾ ഏറ്റവും മികച്ചതാക്കി മാറ്റണം. 4 അവസ്ഥകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മുടെ ശാരീരിക അവസ്ഥ, മാനസികാവസ്ഥ, ഹൃദയാവസ്ഥ, പിന്നെന്താണ് ആത്മീയമായ അവസ്ഥ. ഇതിനെക്കുറിച്ചൊക്കെ ഡീപ്പായിട്ട് നമുക്ക് അടുത്തടുത്ത വീഡിയോകളിലൊക്കെ ചെയ്യാം. ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞു തന്ന ഈ കുറച്ച് കാര്യങ്ങൾ നിന്നൊന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ റോൾസിനെ ബെറ്റർ ആക്കാൻ വേണ്ടി ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. നമ്മുടെ കുറേ ബാഗേജസ്, കുറേ ലഗേജസ് തൂക്കിക്കൊണ്ട് പോകുമ്പോൾ നമുക്ക് വെയിറ്റ് കൂടി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. നമുക്ക് വലിയൊരു മല കയറുമ്പോൾ നല്ല ലഗേജ് നമ്മുടെ ബാക്കിലുണ്ടെങ്കിൽ നമ്മൾ ക്ഷീണിച്ചു പോകും, നമ്മൾ തളർന്നു പോകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ വെയിറ്റ് കുറയ്ക്കുക. ഹൃദയത്തിൽ ഇട്ടിരിക്കുന്ന അല്ലേ, മറ്റുള്ളവരോട് നമുക്കുള്ള നമ്മുടെ പ്രതികാരങ്ങളോ ദേഷ്യമോ വിദ്വേഷമോ വികാരമോ ഒന്നും തന്നെ നമുക്ക് വേണ്ടാതെ എല്ലാം ഉപേക്ഷിച്ച് ക്ലീനാക്കി ക്ലെൻസ് ചെയ്ത് വളരെ സൂപ്പർബായിട്ട് പുതിയൊരു വ്യക്തിയായിട്ട് നമുക്ക് നടക്കാം. നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുകൾക്ക് നമുക്കുണ്ടാവും. പിന്നെ കുറച്ചുകൂടി നമ്മൾ എന്ത് ചെയ്യും, അത് സ്റ്റാർട്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണ് നമുക്ക് ആദ്യം ഉണ്ടാകുന്നത്. പിന്നീട് കുറച്ച് മുമ്പ് നമ്മൾ കൺഫ്യൂസ്ഡ് ആവും.
പക്ഷെ അതിൻ്റെയൊക്കെ എൻ്റെ റിസൾട്ട് വളരെ പവർഫുൾ ആയിരിക്കും, ഗ്രേറ്റ് ആയിരിക്കും. നമ്മളൊന്ന് സ്റ്റാർട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ, പിന്നെ നമ്മളെ ഒരു ശക്തി അങ്ങ് മുന്നേക്ക് കൊണ്ടുപോയിക്കോളും. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയേണ്ട കുറച്ച് കാര്യങ്ങളായിട്ടുള്ളത്. സ്വയം നമ്മൾ നന്നാവാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടിയുള്ളത്, നമ്മുടെ ലൈഫിൽ നമ്മൾ 2025 കാത്തിരിക്കുമ്പോൾ നമ്മൾ ചോദിക്കാറുണ്ടല്ലോ, ഈ ലാസ്റ്റ് ഇയർ എനിക്ക് എങ്ങനെ ഉണ്ടായിരുന്നു, ഞാൻ എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്തു, ഇനി എനിക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നല്ല കാര്യങ്ങൾ ഇതൊക്കെയാണെന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ സ്വയം നമ്മൾ മാറ്റേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഏറ്റവും പ്രധാനം, ഞാൻ എന്നിൽ മാറ്റം വരുത്തേണ്ട കാര്യം എന്താണ്, എന്നിൽ എനിക്ക് മാറ്റം വരുത്താൻ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും. അടുത്തതായിട്ട്, ഞാൻ നിർത്തേണ്ട, എനിക്ക് എന്നിൽ ഇഷ്ടമില്ലാത്ത ചില കാര്യങ്ങളുണ്ട്, ഞാൻ ഈ കാര്യം നിർത്തും. കുറേ നാളോട് നമ്മൾ പറയുന്നതാകാം. അപ്പോൾ അതിലൊന്ന് ഫോക്കസ് ചെയ്യും, ഞാൻ ഈ കാര്യം എൻ്റെ ലൈഫിൽ നിർത്തിയിരിക്കും. അടുത്തതായി, ഞാൻ പുതുതായി എന്ത് കാര്യമാണ് പഠിക്കേണ്ടത്, എൻ്റെ ലൈഫിൽ ഞാൻ കൊണ്ടുവരേണ്ട പുതിയ കാര്യം, കുറേ അനുഭവങ്ങളും പാഠങ്ങളിൽ നിന്നും പഠിച്ചതിൽ വച്ചിട്ട് ഞാൻ എൻ്റെ ലൈഫിൽ കൊണ്ടുവരേണ്ട പുതിയൊരു കാര്യം എന്താണ്, ഞാൻ എന്ത് ആക്ഷൻ എടുക്കണം, ഞാൻ എന്ത് സ്റ്റോപ്പ് ചെയ്യണം. അതോടൊപ്പം എന്നെ സഹായിക്കുന്നവരാരൊക്കെയാണ്, എൻ്റെ ജീവിത വിജയത്തിൽ മുന്നേറാൻ എന്നെ ഇതുവരെ സഹായിച്ചതും സഹായിച്ചു കൊണ്ടിരിക്കുന്നവരും പോലെ ഇനിയും എൻ്റെ ജീവിതത്തിൽ എന്നെ സഹായിക്കുന്നവരാരൊക്കെയാണ് എന്നുകൂടി നിങ്ങളൊന്ന് ഓർക്കുക. അതോടൊപ്പം തന്നെ ഏറ്റവും ഫസ്റ്റ് നമ്മൾ ഓർക്കേണ്ടത്, നമ്മളാണ് നമ്മുടെ വിജയത്തിൻ്റെ തന്നെ കാരണം. യു ആർ ദ ഓഥർ ഓഫ് യുവർ ഓൺ ഡെസ്റ്റിനി. എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് എൻ്റെ വിജയം, അത് മറ്റാർക്കും ഉള്ളതല്ല, ഞാൻ തന്നെ ചെയ്യണം. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച്, അപ്പോൾ ഈ നമ്മുടെ അച്ചീവ്മെൻറ്റ്സും റിവാർഡ്സൊക്കെ നമ്മളൊന്ന് ഓർക്കുക. ഞാൻ ഡിസേർവ് ചെയ്യുന്നു, എനിക്കിത് നേടാൻ എനിക്കിത് സാധിക്കും. നിങ്ങളുടെ ബിലീഫ്, ഡിസേർബിലിറ്റി ഈക്വൽ ബിലീഫ് എന്നാണ്. നമ്മൾ വിശ്വസിക്കുക, നമുക്കത് നേടാൻ സാധിക്കും, നമുക്ക് കഴിയും. നമ്മൾ എഫേർട്ട് എടുക്കണം, എഫേർട്ടും ടൈമും നമുക്ക് വേണ്ടി മാറ്റി വയ്ക്കാം. അപ്പോൾ നല്ലൊരു പുത്തൻ പുലരിയിൽ നമ്മൾ ഇന്നത്തെ ഡേ നമുക്ക് എന്ത് ചെയ്യാം, ഇതുവരെ എന്തായിരുന്നു എന്നൊന്ന് നമുക്കൊന്ന് വാല്യൂ ചെയ്ത് നോക്കാം. അതോടൊപ്പം തന്നെ അടുത്ത പൊൻപുലരിക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാം എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഒരുപാട് റെസൊല്യൂഷൻസ് ഒന്നും എഴുതി വെക്കാൻ പോകണ്ട, സാധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രം. നിങ്ങളുടെ വാല്യൂസിനെ നിങ്ങൾ ചേഞ്ച് ചെയ്യാൻ മറക്കണ്ട, അത് വേണം നിങ്ങളുടെ ലൈഫിൽ ആദ്യം വേണ്ടത്. പിന്നെ സെൽഫ് ലവ് നമ്മൾ ചെയ്യുക. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ലൈഫിൽ അപ്ലൈ ചെയ്യുമെന്ന് എനിക്കറിയാം. നിങ്ങളോടുള്ള സ്നേഹം അത്രയുമാണ് എനിക്കുള്ളത്. നിങ്ങൾ തിരിച്ചു തരുന്ന സ്നേഹത്തിനും ഒരുപാട് നന്ദി. നല്ല ഒരു ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു. താങ്ക് യു ഓൾ, ലവ് യു ഓൾ. ഐ ആം യുവർ ദിവ്യ സജിത് ഫ്രം ദിവൂസ് ഹാപ്പിനെസ് ഹബ്.